പുതിയ വാർത്തകൾ പ്രകാരം പോക്സോ അടക്കമുള്ള ആരോപണങ്ങൾ വരാൻ സാധ്യതയുള്ള നടന്മാർ ആരൊക്കെയാണ്? നടിമാരുൾപ്പെടെ സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘം IGG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘം 4000 പേജുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 5 ദിവസം കൊണ്ടാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് ഇപ്പോൾ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പരിശോധിച്ച മൊഴികളിൽ പോക്സോ കേസ് അടക്കമുള്ള അതീവ ഗൗരവമുള്ള 20 ആരോപണങ്ങളാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മലയാളിയുടെ മനസ്സിൽ ദൈവത്തിന് തുല്യമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള പല അഭിനയ കുലപതികളും ഇതിൽ പെടും. ഇതിനെക്കുറിച്ചാണ് RR ടോക്സിന്റെ കൈകാര്യം ചെയ്യുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും അന്വേഷണം വ്യാപിച്ചത്. റിപ്പോർട്ടിന്റെ പരിശോധന പൂർത്തിയായതോടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കമ്മിറ്റിക്ക് മുന്നിൽ രഹസ്യമായി സംസാരിച്ചവരിൽ പലരും പോലീസിന് മൊഴി നൽകി കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകില്ല എന്നും പറയുന്നുണ്ട്. അതിക്രമങ്ങൾക്കിരയായവർ കമ്മിറ്റി മുൻപാകെ വിശദമായി മൊഴി നൽകിയിട്ടുമുണ്ട്. എന്നാൽ മൊഴി നൽകിയവർ വിവരങ്ങൾ മറച്ച റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. വേണ്ടപ്പെട്ട മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കണ്ടിട്ടുള്ളത്. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ ഉണ്ടോ എന്നും ആർക്കും അറിയില്ല. ഇനി ഇരകളുടെ വിവരങ്ങൾ സ്വകാര്യതയുടെ മറവിൽ നീക്കം ചെയ്ത റിപ്പോർട്ടാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എങ്കിൽ അന്വേഷണം വെറും ഒരു പ്രഹസനമായി മാറും. അല്ലെങ്കിൽ ഈ തരത്തിൽ ഇരകളുടെ വിവരം പെർമനന്റായി ഡിലീറ്റ് ചെയ്തവരെ കണ്ടെത്തി ആ രീതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. അപ്പോൾ ആരെ സംരക്ഷിക്കാനാണ് ഇത് ചെയ്തത് എന്നും കണ്ടെത്താൻ സാധിച്ചേക്കാം. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. മൊഴി നൽകാൻ തയ്യാറായാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക എന്നതാണ് അടുത്ത നിയമ നടപടി. അതിക്രമങ്ങൾക്കിരയായവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന് അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്വകാര്യമായ മൊഴികൾ വാർത്താ ചാനലിലൂടെ പുറത്തു വരുന്നതിൽ ആശങ്കയുണ്ടെന്ന് അറിയിച്ച് WCC അംഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ ലഭിച്ച ഉറപ്പാണിത്. എന്തായാലും മൊഴി നൽകിയവരിൽ പൂർണ്ണമായ പേരും വിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടാനും പോലീസ് ആലോചിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഗൗരവമെന്ന് വിലയിരുത്തി 20 പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ 2ാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ബന്ധപ്പെട്ട് മൊഴിയെടുക്കും എന്നാണ് അറിയുന്നത്. നമുക്കറിയാം, നിവിൻ പോളിക്കെതിരെ വന്നത് കളവായ ആരോപണമാണെന്ന് ഏകദേശം ഉറപ്പാക്കാവുന്ന ചില തെളിവുകളും റിപ്പോർട്ടുകളുമാണ് മാധ്യമങ്ങളിൽ വന്നത്. എന്നാൽ നിവിൻ പോളി വിഷയം വിശദമായി ഒന്ന് നോക്കിയാൽ യഥാർത്ഥ ആരോപിതരെ വെളുപ്പിക്കാനായി നിവിൻ പോളി വാർത്ത ഉപയോഗിക്കുന്നതായി കാണാം. ചെറുതും വലുതുമായ ചാനലുകൾ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവൻ പോലെയുള്ള വിശേഷണങ്ങൾ കൊടുത്ത് റീൽസും വീഡിയോകളും ധാരാളമായി ഇറക്കുന്നു. ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കളവാണ് എല്ലാ പീഡന ആരോപണങ്ങളും എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി പുറത്തു വരാൻ പോകുന്നത് വെറും ആരോപണങ്ങളല്ല എന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. TV ചാനലുകളിൽ വന്ന് മുഖം മറച്ച് പറയുന്ന കഥകളോ ആരോപണങ്ങളോ അല്ല, മറിച്ച് കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ FIRൽ പ്രതി ചേർക്കപ്പെട്ട പേരുകളായിരിക്കും ഇനി ലോകം അറിയാൻ പോകുന്നത്. ഏതൊക്കെ വലിയ നടന്മാർ അല്ലെങ്കിൽ ഏതൊക്കെ പ്രമുഖന്മാർ പെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും പൊതുജനം ഈ സിനിമാ താരങ്ങൾക്ക് കൊടുക്കുന്ന അമിത ബഹുമാനവും ബിൽഡപ്പും കുറച്ചില്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയേക്കാൾ സമൂഹത്തിന് വിപത്തായിരിക്കും ഈ സോ കോൾഡ് സെലിബ്രിറ്റീസ് എന്നാണ് RR ടോക്സിന് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉടനീളമുണ്ട്. പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ നടന്നെങ്കിൽ എന്തുകൊണ്ട് നിയമം അറിയുന്ന ജസ്റ്റിസ് ഹേമ അത് പോലീസിന് റിപ്പോർട്ട് ചെയ്തില്ല? കാരണം പോക്സോ നിയമം, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പ്രകാരം, പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റം ആരെങ്കിലും ചെയ്യാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ചെയ്തതായോ അറിഞ്ഞാൽ ഉടനെ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ അറിയിക്കുവാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അത് കുറ്റകരമായ പ്രവൃത്തിയായാണ് നിയമം കാണുന്നത്. ഈ പറയുന്ന വാർത്തകൾ പോലെ പോക്സോ കേസ് തെളിയിക്കുന്ന മൊഴികൾ ഹേമ കമ്മീഷന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹേമ കമ്മീഷനും ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും കുറ്റക്കാരല്ലേ? കുറ്റക്കാരാണ്. ശരിക്കും നിയമപരമായി ഇവരെല്ലാം തന്നെ കുറ്റക്കാരായി മാറും എന്നതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്നു. എല്ലാം ഒന്നൊന്നായി മറന്നേക്ക് പുറത്തു വരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.